ഫ്രണ്ട്സ്, നിക്കീനെ ഞങ്ങൾ വിറ്റു കേട്ടോ. കൂടെ അടക്കാണ് നിക്കീനെ വിറ്റത്. എക്സാം വാസ് നോട്ട് ബാഡ്. മലയാളത്തിൽ പറഞ്ഞ കുഴപ്പമില്ല. കുറച്ച് കുറവുണ്ടല്ലോ. ചിന്തിക്കുന്നതെല്ലാം പറയരുത്, പറയുന്നതെല്ലാം ചിന്തിക്കരുത്. ഹായ് ഫ്രണ്ട്സ്, ലിഡി റോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് മലയാളം എക്സാം ആണ്, മലയാളം ബോർഡ് എക്സാം ആണ്. എൻ്റെ സെക്കൻഡ് ലാസ്റ്റ് എക്സാം. മറ്റന്നാൾ എൻ്റെ എക്സാം കഴിയും. രണ്ട് ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ഫ്രീ ആണ് ഗായ്സ്. എത്ര മാസമാണ് ഫ്രീ. ഇന്നൊക്കെ കഴിഞ്ഞിട്ട് ദിയമോൾ എക്സാം ആണ് തുടങ്ങണത്. അപ്പം ഇന്ന് മലയാളം എക്സാം ആണ്. ഇന്നത്തെ കാര്യമാണല്ലോ പറയേണ്ടത്. അപ്പം ഞാനിപ്പം ഫോണിൽ കുറച്ച് ഗ്രൂപ്പിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ട് ഇങ്ങനെ നോക്കുകയാണ്. അപ്പം ഞാൻ പഠിക്കട്ടെ ഗൈസ്. ദിയമോക്ക് ക്ലാസ് ഇല്ല കേട്ടോ. ദിയമോക്ക് എക്സാം അടുത്ത ആഴ്ച തുടങ്ങും. അടുത്ത വെനസ്ഡേ 11-ാം തീയതിയാണ് ദിയമോളുടെ ഫൈനൽ എക്സാം. അപ്പം ദേവുവിന് ഇന്ന് എക്സാം ഉള്ളത് കൊണ്ട് ദിയമോക്ക് ഇന്ന് സ്കൂളില്ല. അപ്പം സാധാരണ ദിയമോക്ക് സ്കൂളില്ലാത്ത സമയത്തൊക്കെ 11 മണിയാവട്ടെ എണീക്കാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എക്സാമൊക്കെ തുടങ്ങല്ലേ, അപ്പോൾ കുറച്ച് നേരത്തെ എണീപ്പിച്ച് പഠിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് എക്സാം GK ആണ്. അപ്പം നേരത്തെ എണീപ്പിച്ചതിൻ്റെ ദേഷ്യവും വൈരാഗ്യമൊക്കെ ഉണ്ട് എന്നോട്. എൻ്റെ മോള് നല്ല മോളാണ്. അമ്മ എന്താ പറഞ്ഞത്, 10 മണി വരെ GK പഠിക്കുക, അത് കഴിഞ്ഞിട്ട് 11 മണി വരെ ഫ്രീ ആയിട്ടിരിക്കുക. സോ ഞാൻ പഠിച്ചു കഴിഞ്ഞ് റിവൈസ് ചെയ്ത് കഴിഞ്ഞ് നല്ല പേടിയുണ്ട് ഗായ്സ്. മലയാളമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പേടിയുണ്ട്. പേടി നമുക്ക് പിന്നെ എല്ലാ എക്സാമിനും ഉണ്ടല്ലോ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് എക്സാം? എന്താണ് എക്സാം? എന്താന്ന് പറഞ്ഞു കൊടുക്കേ. എനിക്ക് 7-ാം തീയതി കഴിയും കേട്ടോ. 7-ാം തീയതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് എന്താ പറയുക, ദിവസങ്ങളുള്ള മാതിരി തോന്നും. പക്ഷെ മറ്റന്നാളാണ് കേട്ടോ, മറ്റന്നാളാണ് എക്സാം കഴിയുന്നത് എൻ്റെ. എന്നായിരുന്നു തുടങ്ങുന്നത്? അടുത്ത വെനസ്ഡേ അല്ലേ തുടങ്ങുകയാണ് അല്ലേ? ഇത് കഴിയോ? ഇനി ഞാൻ അങ്ങോട്ട് ഭരിക്കും, എങ്ങോട്ട് ഭരിക്കാൻ വരണ്ട. എനിക്ക് എക്സാം തുടങ്ങിയ ടൈമിൽ ദിയമോള് പഠിച്ചോ, ചേച്ചിക്ക് എക്സാം അല്ലേ, എന്തിനെങ്ങനെ ഇരിക്കണേ, പഠിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അപ്പോഴേ അവളോട് പറഞ്ഞതാ, ദിയമോളെ എനിക്കും ഒരു ദിവസം വരും. ഞാൻ കൂടുതൽ മറ്റന്നാ പറയുന്നത്, മറ്റന്നാൾക്ക് പറയാണ്ടാവില്ല എല്ലാവരോടും. പിന്നെ ഞാൻ മറ്റന്നാൾ വന്ന് ഞാൻ ഫുൾ ഷോ ആയിരിക്കും ഗൈസ്. എല്ലാവരും സഹിക്കേണ്ടതാണ്. അതിപ്പോൾ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും. സോ ഗൈസ്, ഞാൻ തല നനച്ചു കുളിച്ചിരിക്കുന്നു. ബിക്കോസ് ലോട്ട്സ് ഓഫ് ഡാൻഡ്രഫ് പ്രോബ്ലംസ്. സോ ഞാൻ മുടി കെട്ടിട്ട് ഗൈസ്. സമയമില്ല. ഞാൻ ഹെയർ ഡ്രൈയർ കൊണ്ട് ഡ്രൈ ചെയ്തു ഗൈസ്. സോ ഫ്രണ്ട്സ്, ഞാൻ ഒരുങ്ങി. അപ്പം ഞാൻ എന്നാൽ വേഗം കഴിക്കട്ടെ, സമയമില്ല. ചോറും മോരും മുട്ട റോസ്റ്റും ആണ് ഗൈസ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. മോർണിംഗ് ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ്. ഫ്രണ്ട്സ്, ഞാൻ അപ്പവും മുട്ട റോസ്റ്റും കഴിക്കണം കേട്ടോ. ഇപ്പം 2ാമത്തെയാണ്. എന്താ പണി? സ്ക്രിപ്റ്റിംഗ്. പുതിയ വെബ് സീരീസ് ഓൺ ദ വേ. അപ്പൊ ഇനി തുടർച്ചയായിട്ട് നമുക്ക് ഷോർട്ട് ഫിലിംസ് അല്ല, ഞങ്ങൾ എല്ലാ പ്രാവശ്യം പറയലുണ്ട് വെക്കേഷൻ നമുക്ക് വീഡിയോസ് ഒക്കെ എല്ലാ ആഴ്ച ഇടണമെന്നൊക്കെ പറയാറുണ്ട്. വെക്കേഷന് മുന്നേ തന്നെ നമ്മൾ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞിരിക്കും. വെക്കേഷന് നമ്മൾ വീഡിയോസ് ഇടാൻ തുടങ്ങും. ഫുഡ് കഴിച്ചു, ഇനി നമ്മൾക്ക് പോവാം. 9 മണി ആവാനായി. അപ്പോൾ 9:30 കയറിയാൽ മതി. ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു 15-20 മിനിറ്റേ ഉള്ളൂ സ്കൂളിലേക്ക്. പോയി നന്നായിട്ട് എഴുതി വരും. മലയാളമാണ്
പ്രതീക്ഷകൾക്കപ്പുറം. മലയാളമാണ് പൊള്ളിച്ചെഴുതിയത്. അതെ അതെ ഫുൾ മാർക്ക്. അതെ. ഓക്കെ 9:30 ഉള്ളിൽ എത്തിയാൽ മതി അവിടെ. ടൈമൊക്കെ നോക്കണം കേട്ടോ ദേവോ. നമ്മുടെ സ്കൂളെത്താനായിട്ടുണ്ട്. ഓട്ടോറിക്ഷയിൽ ഇത് പഠിച്ചൊക്കെയാണ് കൈസ് പോണത്. ഫ്രണ്ട്സ്, അപ്പം ഞാൻ സ്കൂളിലെത്തി. ഇനി ഞാൻ പരീക്ഷ എഴുതിയിട്ട് വരാം. ഇവര് കൊണ്ടുവരാൻ വരും. അപ്പം ഞാൻ അഭിപ്രായങ്ങളൊക്കെ പറയാം. 1:30 ആയിക്കോട്ടെ. ഫ്രണ്ട്സ്, അപ്പോൾ ദേവു ഭാഗത്തോട്ട് കയറിപ്പോയി. ഞാൻ തിരിച്ച് പോവുകയാണ്. നമുക്ക് വെബ് സീരീസിൻ്റെ ഷൂട്ട് പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യാൻ അങ്ങനെ കുറച്ച് പരിപാടികളായിട്ട് തിരക്കാണ്. പിന്നെ സ്കൂളിൻ്റെ അകത്തോട്ട് കയറിയില്ല. സ്കൂളിൻ്റെ അകത്തോട്ട് കയറാത്തതിന് കാരണമുണ്ട്, ഒരു പ്രത്യേക കാരണമുണ്ട്. നിങ്ങൾക്ക് നമ്മളെ ചാനൽ ചെക്ക് ചെയ്താൽ അറിയാം. ഇതിന് മുമ്പിട്ട വീഡിയോസിൽ ദേവുവിൻ്റെ സ്കൂളിനകത്ത്, പരീക്ഷ നടക്കുന്ന സ്കൂളിനകത്തുള്ള വിഷ്വൽസൊന്നും ഉണ്ടാവില്ല. ഒരു ഗ്രാഫിക്സ് എന്നുള്ള രീതിയിലൊരു സംഭവമായിരിക്കും അതിനകത്ത് കാണുന്നത്. ഇപ്പോൾ ബാക്കിയുള്ളത് നമ്മൾ ജസ്റ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, എന്താണ് അതിന് കാരണം എന്ന് പറഞ്ഞിട്ട്. ഫ്രണ്ട്സ്, അങ്ങനെ ദേവുവിൻ്റെ മലയാളം എക്സാമും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ കൊണ്ടുവരാൻ പോവാണ് കേട്ടോ. പിന്നെ എങ്ങനെയുണ്ട് എന്നൊന്നും അറിയില്ല. എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. സാധാരണ ഞങ്ങൾ അരമണിക്കൂർ മുൻപൊക്കെ എത്താറുണ്ട്. പക്ഷേ ഇന്ന് പിന്നെ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ 1:30 സമയം. ഇപ്പോൾ ജസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് ഉണ്ട് അവളുടെ സ്കൂളിലേക്ക്. ഞാൻ അന്നൊരു ദിവസം ലേറ്റ് ആയിട്ട് പോയപ്പം ഞാൻ പറഞ്ഞു ഞാൻ വന്നില്ലെങ്കിൽ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. അതുകൊണ്ട് വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. എന്താ ഫസ്റ്റ് പറയാൻ പോണെന്ന് ചേട്ടായിക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? മലയാളല്ലേ? കുഴപ്പമില്ലെന്ന് പറയും. കുഴപ്പമില്ലെന്ന് പറയും. പിന്നെ ടൈം കിട്ടിയിട്ടില്ല എന്ന് പറയും. ചിലപ്പോ സാധാരണ നമുക്ക് മലയാളത്തിന്റെ എക്സാമിന് ടൈം കിട്ടാറില്ല കേട്ടോ ലാസ്റ്റ് എഴുതാന്. അങ്ങനെ പറയുമോന്ന് എനിക്കൊരു സംശയമില്ല. ഇന്നേ ഞാൻ തുടങ്ങി ദിയമോളെ പഠിപ്പിക്കാനായിട്ട്. ദിയമോളെ മാത്സ് പഠിപ്പിക്കുന്ന ടീച്ചർ പപ്പയാണ് കേട്ടോ, ട്യൂഷൻ ടീച്ചർ. ഇതാണ് മാത്സിന്റെ. ബാക്കി എല്ലാ സബ്ജക്റ്റിന്റെയും ഞാനാണ്. അപ്പൊ ഞങ്ങള് ഏകദേശം സ്കൂൾ എത്താറായി. അവര് ചിലപ്പോ എത്തി, അവര് ചിലപ്പോ പുറത്ത് നിൽക്കുന്നുണ്ടാവും കേട്ടോ. പാലൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ ഇന്നാളെ വന്നപ്പോ വീട്ടിനവിടെ ഇങ്ങനെ ഇടയ്ക്ക് തല്ലിട്ട് ഇങ്ങനെ നോക്കി വണ്ടികളൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ടല്ലോ. അത് വേറെല്ലോ കുട്ടികളെവിടെ പോയോ? Yeah, babies. Exam was not bad. Not too bad. മലയാളത്തിൽ പറഞ്ഞ കുഴപ്പമില്ല. ഞാൻ പ്രവചിച്ചേർന്ന് ദേവത പറയാന്ന് മുന്നേക്ക് ആസ് യൂഷ്വൽ. കുഴപ്പമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ് നിങ്ങൾക്ക്? സെറ്റിനെല്ലാം ഒരേതാണ്. ഏതാ? 4 ഒക്കെ ഒരേതെല്ലാം ആണോ? ഓക്കെ. മൊത്തം എഴുതിയോ? ഫുൾ ലാസ്റ്റ് പത്രവാർത്ത ഉണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് പത്രവാർത്ത എഴുതിയത് അത് എഴുതി, ഒക്കെ എഴുതി ഞാൻ. പക്ഷെ വേണ്ടത്ര എഴുതാൻ പറ്റിയില്ല. ഒരു പേജുള്ളത് ഞാൻ 1/2 പേജ് എഴുതിയിട്ടുള്ളൂ. അതും അങ്ങനെ പിടിച്ച് എഴുതിയതാ. ബാക്കി വണ്ടിന്ന് പറയാം. ചൂടല്ലേ? എവിടെ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ നോട്ട് ബാഡ്. നോട്ട് ബാഡ് മലയാളത്തിൽ പറഞ്ഞ എന്താ വെച്ചപ്പോ കുഴപ്പമില്ല. പ്രതീക്ഷ ചെറിയൊന്നും ഇല്ലല്ലോ. ചെറിയ കുറച്ച് കുറവുണ്ട്. കുറച്ച് കുറവുണ്ടല്ലോ. നിങ്ങൾക്ക് രണ്ടാക്കും എന്തായി? കുഴപ്പമില്ല. നേരം കിട്ടി എഴുതാന്. നേരൊക്കെ ഉണ്ടാക്കി എഴുതി. ഞാന് ലാസ്റ്റ് പത്രവാർത്ത ഉണ്ട്, അതിന്
അത് ഞാൻ ആക്ച്വലി ബെല്ലടിച്ച് കഴിഞ്ഞിട്ടാണ് എഴുതണത്. ലാസ്റ്റത്തെ ബില്ലുണ്ടല്ലോ അത് അടിച്ച് 10 മിനിറ്റിന്റെ ബില്ല്. പക്ഷെ എനിക്ക് വേണ്ടത്ര എഴുതാൻ പറ്റിയില്ല. കാരണം 1/2 പേജ് എഴുതാൻ പറ്റിയിട്ടുള്ളൂ. ഞങ്ങളിത് രണ്ടും പ്രവചിച്ചു. ഒന്ന് എങ്ങനെ ചോദിക്കുമ്പോ കുഴപ്പമില്ല അറിയണതും, രണ്ട് ഏതെങ്കിലും അതിന്റെ മാത്രം കേട്ടോ. അതെ മതി. ഒരു കൂടെ പിറക്കാതെ പിറന്നവർ തുണയുണ്ടല്ലോ പെരിയാറിന് ശുഭദിനം. ചിന്തിക്കുന്നതെല്ലാം പറയരുത്, പറയുന്നതെല്ലാം ചിന്തിക്കരുത്. എഴുതാൻ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലായപ്പോ. അതങ്ങനെയാണെങ്കിൽ ചിന്തിച്ചതെല്ലാം എഴുതരുത്, എഴുതുന്നതെല്ലാം ചിന്തിച്ചെഴുതണം. ഇല്ല എന്നോട് പറഞ്ഞില്ലേ? അതല്ല, ഉപന്യാസം ഉണ്ടല്ലോ, ഉപന്യാസം നമുക്ക് ആലോചിക്കാനുള്ള സമയമല്ല. ആ ബ്രെയിന് അറിയാതെയാണ് എഴുതിയത്. ഞാൻ എഴുതി കഴിഞ്ഞിട്ടാണ് പലതും നല്ല വാക്കുകളാണല്ലോ എന്നൊക്കെ എഴുതി കഴിഞ്ഞിട്ടാണ് മനസ്സിലാക്കണത്. കാരണം ഇതൊരു ബ്രെയിൻ നോട്ട് ഇൻവോൾവ് ആക്ഷൻ ആണ്. ഇങ്ങനെ മറ്റന്നാണ്ടല്ലോ അമ്മ ഇങ്ങനെ ഞങ്ങൾ സ്കൂളിൽ വിട്ട് വരുമ്പോ അമ്മ ഇങ്ങനെ പറയാൻ വരും. അപ്പൊ പഠിക്കാനാണോ? അത് പറയുന്നത് മാത്സും സയൻസും ഇല്ല, ഇവര് കുറേശ്ശെ പഠിക്കണം. കാരണം അവർക്ക് ടഫ് ആയിരുന്നു, ഇമ്പ്രൂവ്മെന്റ് ചെയ്യേണ്ടി വരും ചിലപ്പോ. അപ്പൊ അതുകൊണ്ട് പഠിക്കണം. SS എഴുതാതെ നിങ്ങൾ നോക്കുക. വരുന്നുണ്ടല്ലേ ഉള്ളത്, ഇങ്ങനെ വരുന്നില്ല. അവിടെ നമുക്ക് ആവശ്യമില്ല. കളി നാളത്തെ കൂടെ കഴിഞ്ഞോട്ടെ. ഇന്നുകൊണ്ട് നാളെ ഉണ്ട് പഠിക്കാൻ. ചേച്ചിയുടെ മലയാളത്തിന്റെ എക്സാം കഴിഞ്ഞു. ഫ്രീ ആണോ? ഇല്ല, എക്സാം കൂടി ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ടേ ഫ്രീ ആവുള്ളൂ. എന്താ പറഞ്ഞേ? എനിക്ക് ഇതാണ് ചേരുക. മോളെ വേഗം ഇതിലില്ലല്ലോ. എന്തോ പൊയ്ക്കണ്, എന്തോ കൂടെ. ഫ്രണ്ട്സ്, നിക്കീനെ ഞങ്ങള് വിറ്റു കേട്ടോ. കൂടെ അടക്കാണ് നിക്കീനെ വിറ്റത്. കാറിന്റെ അടിയിലുള്ള ചെളിയാണ്. അവിടെ നിന്നേ, അവിടെ ചെവി കണ്ടില്ലേ? ഫ്രണ്ട്സ്, അപ്പം ഞാൻ മലയാളം എക്സാം കഴിഞ്ഞ് വന്നു. കുഴപ്പമില്ലായിരുന്നു. അപ്പം നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്ന് കമന്റ് ചെയ്യാം. ആർക്കിപ്പോ എക്സാം തുടങ്ങാൻ പോണല്ലോ? 10 CBSE. മറ്റവർക്ക് ഇന്ന് തുടങ്ങി. ആണോ? സ്റ്റേറ്റിന് ഇന്ന് തുടങ്ങി തോന്നുന്നു. അച്ഛൻ ഇന്നലെ പറയുന്നത് കേട്ടു, നാളെ എക്സാം ഉണ്ടല്ലോ അവർക്ക് എന്നൊക്കെ പറഞ്ഞു. 10ാം ക്ലാസ്സിൽ നാളെയാണോ എക്സാം തുടങ്ങുന്നത് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് അല്ലാതെ സ്റ്റേറ്റിനാണ് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഒരേതല്ലേ? അല്ല, ഞാൻ CBSE ആണ് പറഞ്ഞു. അപ്പോഴാണ് തോന്നുന്നത് അച്ഛൻ CBSE ആണ് പറയുന്നത്. അപ്പം മറ്റന്നാളത്തേക്കുള്ള SSന്റെ എക്സാമിന് വേണ്ടിയിട്ട് ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പഠിക്കാനിരിക്കണം ഗൈസ്. അപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം. എക്സാം മറ്റന്നാളോട് കൂടെ കഴിഞ്ഞു ഗൈസ് എക്സാമും. ഞാൻ കുറേ വട്ടം പറഞ്ഞു, എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ പറയാൻ മറ്റന്നാളത്തോടുകൂടി എക്സാം കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.